ഹലോ കൂട്ടുകാരെ, സൂര്യയുടെ കങ്കോ എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അതിലൂടെ മനസ്സിലായ ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തുള്ള മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് അതിലൂടെ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഗധീര അതുപോലെ ഏഴാം മറവ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഈ ഒരു സിനിമയിൽ പ്രൈമറി ലുക്കുള്ള, അതായത് സൂര്യയുടെ പാസ്റ്റും കാണിക്കുന്നുണ്ട് അതുപോലെ ഫ്യൂച്ചറും കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സൂര്യയുടെ രണ്ട് കഥാപാത്രങ്ങളെയാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് ട്രെയിലറിൽ കൂടി വ്യക്തമാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ട്രെയിലർ റിലീസായ സമയത്ത് നമുക്ക് സൂര്യയുടെ ഒരു പ്രൈമറി ലുക്കുള്ള അല്ലെങ്കിൽ ഒരു പ്രൈമറി ക്യാരക്ടറുള്ള ആ ഒരു സൂര്യനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് സൂര്യയും ബോബി ഡിയോളും തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സിനിമയിലെ ട്രെയിലറിലൂടെ ഈ സിനിമയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ പാസ്റ്റും പ്രസന്റും കാണിക്കുന്നത്. അതുപോലെ തന്നെ നീതിക്ക് വേണ്ടിയിട്ടും അധർമ്മത്തിനെതിരെയായിട്ടും പോരാടിയ ഒരു സൂര്യയെ കാണാൻ സാധിക്കും. കങ്കോയ്ക്കകത്തെ പാസ്റ്റുള്ള സൂര്യ ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഒരു വില്ലാളി വീരനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് എന്ത് വന്നാലും നേരിടാൻ പറ്റുന്ന അല്ലെങ്കിൽ നേരിടും എന്ന ഒരു ബോൾഡ് അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള ഒരു സൂര്യയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ പ്രസന്റിലേക്ക് നോക്കുന്ന സമയത്ത് പ്രസന്റിലെ സൂര്യ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫ്രീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി മോഡേൺ രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സൂര്യ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെയിലറിന്റെ എൻഡ് സീനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫേസും അതുപോലെ തന്നെ ടീത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു വോയിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ശരിക്കും കാർത്തിയാണെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ട്രെയിലറിന്റെ താഴെയുള്ള കമന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് കാർത്തി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് കാർത്തിയും ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലൂടെ പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ കാർത്തിക്കും വേണ്ട രീതിയിലുള്ള ഒരു പങ്കുണ്ടെന്നുള്ള കാര്യമാണ്. അങ്ങനെ കാർത്തി ഈ സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവൽ ഹൈപ്പിലേക്ക് പോകുന്നതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സൂര്യൻ കാർത്തിയും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. നമ്മൾ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ദില്ലിയും റോളക്സും, അതായത് LCUവിനകത്ത് ദില്ലിയും റോളക്സും ഒരുമിച്ച് വരുമെന്നുള്ള അല്ലെങ്കിൽ ഒറ്റ ഫ്രെയിമിൽ വരുമെന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ മറികടന്നുകൊണ്ട് ചിലപ്പോൾ അതിനെയൊക്കെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കങ്കുവയ്ക്കത്ത് നമുക്ക് അവരെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നുള്ള കാര്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കുറെ റൂമേഴ്സും അതുപോലെ തന്നെ ലീക്സ് പ്രകാരം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പ്രൈമൽ ലുക്കുള്ള സൂര്യ അല്ലെങ്കിൽ പാസ്റ്റിലുള്ള സൂര്യയെ കാണിക്കുന്നത് വെറും 15 മിനിറ്റോ അത്ര എങ്ങാണ്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കാരണം വളരെ ഷോർട്ട് ടൈമിലാണ് ആ ഒരു സീനെല്ലാം കാണിച്ചു പോകുന്നത്. അതുപോലെ തന്നെ മാരകമായിട്ടുള്ള ഫൈറ്റും നല്ല രീതിയിലുള്ള സ്റ്റൺസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു ട്രെയിലറിലൂടെ തന്നെ വ്യക്തമാക്കാൻ സാധിക്കും. ഈ സിനിമയുടെ ട്രെയിലർ എഡിറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്താണ് കഥ എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഓവറോൾ അത് എന്താണ് റോൾ ചെയ്ത് പോകുന്ന കാര്യത്തെ പറ്റിയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിനിമയിൽ ഒരുപാട് പോർഷൻസ് ഈ ട്രെയിലറിനകത്തോടെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നമുക്ക് കഥ എന്തായിരിക്കും എന്നുള്ള കാര്യം ഏകദേശം മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രെയിലറിനകത്ത് ഒരു ഭാഗത്ത് ഒരു ചിത കത്തിക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തൊട്ടടുത്തായിട്ട് സൂര്യയും സൂര്യയുടെ മകളാണെന്ന് തോന്നുന്നു ആ ഒരു രീതിയിൽ നിൽക്കുന്ന കാണാൻ സാധിക്കും. അവരുടെ ഉള്ളിൽ വിഷമവും ഭയവും ഒക്കെ തന്നെ ആ ഒരു സീനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ അവർ സമുദായത്തിൽപ്പെട്ട ആളുകളെ വില്ലന്മാർ കൊന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൂര്യയുടെ വേണ്ടപ്പെട്ട ഒരാളെ കൊന്നിട്ടുണ്ടായിരിക്കാം. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട റിവെഞ്ച് ആയിരിക്കാം ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രെയിലറിന്റെ ലാസ്റ്റ് എൻഡ് സീനിൽ നമുക്ക് ഒരാൾ കുതിരപ്പുറത്ത് വരുന്നത് കാണാൻ സാധിക്കും. അത് ശരിക്കും ബോബി ഡിയോൾ ആണെന്നായിരിക്കും പലരും വിചാരിച്ചിരിക്കുക. പക്ഷേ റിലീസ് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എനിക്ക് കുറച്ചുകൂടി വ്യക്തമായി അത് ആരാണെന്നുള്ള കാര്യം. അത് മറ്റാരും ആയിരിക്കത്തില്ല, അത് കാർത്തികനാവാനാണ് ചാൻസ് കൂടുതൽ. കാരണം ആ കുതിരപ്പുറത്ത് വരുന്ന സീനിൽ ആ ഒരു ആളുടെ ഫേസ് കറക്റ്റായിട്ട് വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എൻഡ് സീനിൽ കാണിക്കുന്ന ആ ഒരു വ്യക്തി അത് കാർത്തി ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. പലരും പറഞ്ഞു അത് ദുൽഖർ ആണെന്നൊക്കെ, പക്ഷെ ഒരിക്കലും ദുൽഖർ ആവാൻ ഒരു ചാൻസും ഇല്ല. അതുപോലെ തന്നെയാണ് റിലീസ് ട്രെയിലറിന്റെ അവസ്ഥയും. അതിന്റെ എൻഡ് സീനിലും ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അയാളുടെ ഫേസ് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫേസിന്റെ ഒരു കട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സിനിമയിലെ ഒരു സ്പെഷ്യൽ പവറുള്ള ക്യാരക്ടർ ആണെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കങ്കു എന്ന ക്യാരക്ടറിനെ ഈഗിളുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ട്രെയിലറിനകത്ത് നമുക്ക് പല സീനിലും ഈഗിളിനെ കാണിക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് സൂര്യൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈഗിളിനെ പോലെ പവർഫുൾ ആയിട്ടുള്ള വിഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് കങ്കോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് റിലീസ് ട്രെയിലറിനെ പറ്റി നോക്കാം. ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ഷൂട്ട് ഔട്ട് കാണാൻ സാധിക്കും. അത് ചിലപ്പോൾ ആർമി ആയിരിക്കത്തില്ല, അത് ചിലപ്പോൾ ഒരു മാഫിയ അല്ലെങ്കിൽ ഒരു ഗ്യാങ് വാർ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ പുതുകാലഘട്ടത്തിൽ സൂര്യയുടെ പേര് ഫ്രാൻസിസ് എന്നാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സൂര്യന്റെ ആ ഒരു ഇന്റർ കാണിക്കുന്ന സമയത്ത് നമുക്ക് പുള്ളിക്കാരൻ കയ്യിൽ ഒരു വാച്ച് കിട്ടുന്നതായിട്ടും ആ ഒരു കൈയുടെ അവിടെ ഒരു ടാറ്റു ചെയ്തൊക്കെ കാണാൻ സാധിക്കും. അതിന്റെ താഴെയായിട്ട് ഒരു നമ്പർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 153997 എന്നൊരു നമ്പർ കാണാൻ സാധിക്കും. ആ ഒരു നമ്പറിന്റെ മീനിങ് നമ്മൾ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലീഡർഷിപ്പ്, അഡ്വഞ്ചർ, ക്രിയേറ്റിവിറ്റി
ക്രിയേറ്റിവിറ്റി, സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഇമ്മോർട്ടൽ. അപ്പോൾ ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു ലീഡർഷിപ്പൊക്കെ ആ ഒരു പദവി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നൊരു ചാൻസ് കൂടി ഉണ്ട്. അതുപോലെ തന്നെ സൂര്യയുടെ കാര്യത്തിലുള്ള ആ ഒരു മാലയുടെ ലോക്കലിലേക്ക് നോക്കുന്ന സമയത്ത് അതിൽ നമുക്കൊരു ഈഗിളിന്റെ ലോഗോ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു പ്രസന്റിലെ സൂര്യയും പാസ്റ്റിലെ സൂര്യൻ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈഗിളുമായിട്ട് ഇവർക്ക് എന്തോ ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈഗിളുമായിട്ട് എന്തോ ഇവർ താരതമ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പഴയ കാലത്തെ സൂര്യ അല്ലെങ്കിൽ പാസ്റ്റിലുള്ള സൂര്യ കാണിക്കുന്ന അതേ സ്റ്റാൻസും കാര്യങ്ങളൊക്കെ തന്നെ പ്രസന്റിലെ സൂര്യ റിപ്പീറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് റിലീസ് ട്രെയിലർ കാണുന്ന സമയത്ത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പഴയ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സീൻ കണ്ടില്ലേ, ഇതിനകത്ത് സൂര്യയുടെ പിറകിലായിട്ട് ഒരു പരുന്തിന്റെ ഒരു ചിറക് കാണാൻ സാധിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യയെ കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സൂര്യ താരതമ്യം കൊടുത്തിരിക്കുന്നത് ഒരു ഈഗിളുമായിട്ടാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ഷർട്ടിലുള്ള ബ്ലഡും കാര്യങ്ങളെ കാണുന്ന സമയത്ത് എനിക്ക് വേറൊരു ക്യാരക്ടറാണ് ഓർമ്മ വരുന്നത്. അതായത് മോസ്റ്റ് പവർഫുൾ വില്ലൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അതായത് എൽസിനകത്തെ മോസ്റ്റ് പവർഫുൾ വില്ലൻ എന്ന് പറയപ്പെടുന്ന റോളക്സിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു സീൻ കാണുമ്പോൾ. റോളക്സ് എന്ന് പറയുമ്പോൾ അത് അത്രയും പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടറാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു പവർഫുൾ ക്യാരക്ടർ ആയിരിക്കും ഇതിനകത്തെ പ്രസന്റിലെ സൂര്യ എന്ന് പറയുന്നത്. ഇതിനകത്ത് റോളക്സ് വരുമെന്നല്ല ഞാൻ പറഞ്ഞത്, അതുപോലെയൊക്കെ ഉണ്ട് കാണാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അങ്ങനെ മാത്രം എടുക്കുക, അങ്ങനെ മാത്രം ചിന്തിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സീൻ കണ്ടില്ലേ, ഇതിനകത്ത് പാസ്റ്റിലെ സൂര്യയും പ്രസന്റിലെ സൂര്യയും പ്രോമിസ് ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്തോ ഒരു സത്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു വാക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോമിസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള കാര്യമായിരിക്കും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മെയിൻ ആയിട്ട് അനീതിക്കെതിരെ പോരാടുക എന്നുള്ള കാര്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നമ്മളിത് പണ്ടോട്ട് കണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് പണ്ട് മുതലേ ഉണ്ടെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്, ആ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് അതിലാണ് കാര്യം. ഈ ഒരു സീൻ കാണുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള ആളുകൾ, അതായത് കങ്കുവിന്റെ കൂടെയുള്ള ആളുകൾ അവർക്കെതിരായിട്ട് വരുന്നത്, അതായത് കങ്കുവയ്ക്കെതിരായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ അവർക്ക് നേരെ തിരിയുകയും അവർക്ക് നേരെ കല്ലെറിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്നും അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ കാരണമായിരിക്കാം ഇത് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതേ സെയിം കാര്യം തന്നെ ആ ഒരു പ്രസന്റ് സൂര്യക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തെയും പുതിയ കാലഘട്ടത്തെ സിങ്ക് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ട്രെയിലറിലൂടെ കാണാൻ സാധിക്കും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി അവന്റെ റൂമിൽ വരയ്ക്കുന്ന ചിത്രമാണ്. അതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് ആ പഴയ കാലഘട്ടത്തിൽ സൂര്യയാണെന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിനിമ മഗധീര പോലെ ഒരു പൂർവ്വജന്മമായിരിക്കാം, അല്ലെങ്കിൽ ഏഴാം അറിവ് പോലെ തന്നെ പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുടെ ഒരു ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം ഈ പുതുകാലത്തെ സൂര്യ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ സിങ്ക്, അതായത് പഴയ കാലഘട്ടത്തിലും പുതിയ കാലഘട്ടത്തിലെ സിങ്ക് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു സീനിൽ ഒരു ഏജൻസി കാണാൻ സാധിക്കും. അവിടെ ഒരു സ്ക്രീനിൽ ഒരു കുട്ടി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ആ കുട്ടിയുടെ പേര് സെറ്റ എന്നാണ്, സെറ്റ മിസ്സിംഗ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അമാനുഷിക പവറുള്ള ഒരു കുട്ടി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കുട്ടിയുടെ മൈൻഡിൽ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ അമാനുഷികമായിട്ടുള്ള പവറിലൂടെ മനസ്സിലാക്കിയ കഥയായിരിക്കാം ഈ കങ്കുവിന്റെ കഥ. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ആ ഒരു കുട്ടി എന്ന് പറയുന്നത്. ആ ഒരു കുട്ടി നേരെ വന്ന് എത്തുന്നത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രാൻസിസ് എന്ന ക്യാരക്ടറിലേക്കായിരിക്കാം. ഫ്രാൻസിസിനോട് തന്റെ പഴയകാല അല്ലെങ്കിൽ പൂർവ്വജന്മത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ തന്റെ ആൻസിസ്റ്റേഴ്സിനെ പറ്റിയുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിലൂടെ ആ ഒരു സൂര്യയുടെ പൂർവ്വജന്മത്തിൽ താൻ ആരായിരുന്നോ എന്നോ അല്ലെങ്കിൽ തന്റെ ആൻസിസ്റ്റേഴ്സ് ആരായിരുന്നുള്ള കാര്യമൊക്കെ ആ ഒരു കുട്ടി ഫ്രാൻസിസിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു അമാനുഷിക പവറുള്ള കുട്ടി ആയതുകൊണ്ടായിരിക്കും അവരെ ആ ഒരു കുട്ടീനെ എല്ലാവരും തേടി പോകുന്നതും അല്ലെങ്കിൽ മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ രീതിയിൽ നോക്കുന്നതൊക്കെ. അതുപോലെ തന്നെ സൂര്യ ഫൈറ്റിംഗ് കലകൾ നടത്തുന്നത് ആ ഒരു കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. കാരണം കങ്കുവിന്റെ ടൈമിലും അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചിലപ്പോൾ കങ്കുവിന്റെ ആ ഒരു സമയത്തുള്ള ഫൈറ്റിംഗ് കലകൾ നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സിങ്കിങ് എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അത് സെയിം ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഈ സിനിമയുടെ എൻഡ് സീനിൽ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലായിരിക്കണം ചിലപ്പോൾ കൊണ്ട് നിർത്തുക. കാരണം കങ്കുയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. സോ അത് കാണിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു ഫസ്റ്റ് പാർട്ട് എൻഡ് ആവുന്നത്. ചിലപ്പോൾ ആ ഒരു സെക്കൻഡ് പാർട്ടിൽ മെയിൻ വില്ലനായിട്ട് വരുന്നത് കാർത്തി തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഈ സിനിമയിലൂടെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർ ഇതുപോലുള്ള കൂടുതൽ മൂവി ഡീറ്റെയിൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കല്ലേ.